ചാൾസ് രാജാവിനെ വേദിയിലിരുത്തിയിട്ട് ട്രംപ് പ്രസംഗിക്കുകയാണ്. ചാൾസ് എപ്പോഴും ടി വിയിൽ വരുമ്പോൾ എൻ്റെ അമ്മ കണ്ണു നട്ട് ടി വിയിൽ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ ഇങ്ങനെ ലിപ്പിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. ഭയങ്കര ക്രഷായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ചാൾസ് രാജാവിനോട് എന്നുള്ളത്. ഇത് ആരാ ഇത് പറയണേ? US പ്രസിഡന്റ് UK രാജാവിനോടാണ് ഈ കാര്യം പറയുന്നതെന്നൊന്ന് ആലോചിക്കണ്ടേ? ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ലോക തലവന്മാർ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് UK രാജാവ് US സന്ദർശിച്ചപ്പോഴാണ് ഈ തരത്തിലുള്ള പ്രസംഗം പുള്ളി പറയണേ. എൻ്റെ അമ്മക്ക് ഭയങ്കര ക്രഷായിരുന്നു. എടാ നോക്കണേ ട്രംപ് കൂട്ടാ, എന്ത് നല്ല ഭംഗിയുള്ള ചെക്കനാണ്, ഹൗ എന്നുള്ള രീതിയിൽ. ഇയാൾ എന്ത് മനുഷ്യനാണെന്നുള്ളത് മനസ്സിലാവുന്നതെന്നില്ല. ഭയങ്കര എംബാരസിങ് ആയിട്ട് തോന്നി എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ. ഇത് ഇങ്ങനെ ടി വിയിലെ അവതാരകനും ടി വിയിൽ പരിപാടി അവതരിപ്പിച്ചിരുന്ന ഒരാളും കൂടി ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു നിലവാരത്തിൽ നിന്നിട്ട് തന്നെയാണ് ഒരു US പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. കാരണം പുള്ളിയുടെ ആ TV പ്രോഗ്രാം, ആ ട്രംപ് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ട്രംപ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് US പ്രസിഡന്റ് ആയപ്പോഴും. US പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ സാധനം ലോഞ്ച് ചെയ്യാനുള്ള അതിന്റെ ബട്ടൺ കയ്യിലുള്ള മനുഷ്യനാണ് ഈ രീതിയിൽ പ്രസംഗിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിക്കണം. എന്തൊരു മനുഷ്യനാണെന്ന് ആലോചിച്ചിട്ട് തന്നെ പിടുത്തം കിട്ടുന്നില്ല. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക കേട്ടോ. And together our warriors have defended the same extraordinary civilization under twin banners of red, white, and blue. Anytime the Queen was involved in a ceremony or anything, my mother would be glued to the television and she'd say, "Look, Donald, look how beautiful that is." She really did love the family, but I also remember her saying very clearly, "Charles, look, young Charles, he's so cute." My mother had a crush on Charles. Can you believe it? Amazing how, I wonder what she's thinking right now. His Majesty's intellect, passion, and devotion have been... അതായത് സംഗതി ഇതാണ്, പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കി വായിക്കുന്നു. എന്നിട്ട് പിന്നെ ചാൾസും എന്താ പറയുക അവിടെ ക്യൂനും ഉണ്ടല്ലോ. അപ്പോൾ അവരൊന്ന് പൊക്കി പറയണം, അവരൊന്ന് രസിപ്പിക്കണമല്ലോ. അപ്പോൾ ആ ഒരു കോമിക് സാധനമായിട്ടാണ് പുള്ളിയുടെ പറയുന്നത്. പക്ഷെ അതൊരു പ്രസിഡന്റ് ആ പൊസിഷനിൽ നിന്ന് പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു ഇതിലാണോ നിൽക്കണേ എന്നുള്ളതാണ്. എന്നിട്ടിങ്ങനെ നോക്കുന്നത് എൻ്റെ അമ്മ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് പുള്ളി ഈ പറയുന്ന ചാൾസിനെ നോക്കിയിട്ട് പറയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ സംഗതികളുണ്ട്. ഇങ്ങേര് നുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് ഒടുക്കത്തെ വെടീൻ്റെ ആളാണെന്നാണ് പറയുന്നത്. അതായത് നുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് അതിനൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അങ്ങ് ഇടുക. അപ്പം അതിൻ്റെ ഇവരെന്ന് ജനിച്ചു എന്നാണ് ഈ പറയുന്ന ചാൾസ് ജനിച്ചത്, ട്രംപിൻ്റെ അമ്മ എന്നാണ് ജനിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അതായത് ട്രംപിന്റെ അമ്മ ജനിച്ചത് 1912 മേരി ആനി മക്ലിയോഡ് ട്രംപ് എന്ന് പറയുന്ന ആള് ജനിച്ചത് 1912. ചാൾസ് മൂന്നാമൻ ജനിച്ചത് 1948. ഡൊണാൾഡ് ട്രംപ് ജനിച്ചത് 1946. അപ്പൊ ചാൾസ് ജനിക്കുമ്പോ തന്നെ ട്രംപിന്റെ അമ്മയ്ക്ക് ഏകദേശം 36 വയസ്സോളം ഉണ്ട് ചാൾസ് ജനിക്കുമ്പോൾ. അപ്പൊ ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചാൾസിന് ഏകദേശം 10-25 വയസ്സുള്ള സമയത്താ. അപ്പൊ ട്രംപിന്റെ അമ്മയ്ക്ക് എത്രയായി? 55 വയസ്സ്. അപ്പൊ 55 വയസ്സുള്ള അമ്മയെ കുറിച്ചാണ് ഈ പറയുന്നത്. 55 വയസ്സുള്ള അമ്മ ഈ ചാൾസിനെ നോക്കിയിട്ട് ഭയങ്കര ക്രഷ് ആയിരുന്നു എന്നാണ് പറയണേ. ഈ മറ്റേ ആകാശത്ത് മറ്റേ പരലോകത്തിരുന്ന് പ്രാഗുണ്ടാവും, എൻ്റെ ദൈവമേ എന്നെ വിളിപ്പിക്കാനായിട്ട് എന്നെ പറയിപ്പിക്കാനായിട്ട് ഒരുത്തം വന്ന് പിറന്നല്ലോ എന്ന് പറയുന്നുണ്ടാവും ആ അമ്മ. ആ രീതിയിലുള്ള വർത്താനാണ് പുള്ളി പറയണേ എന്നുള്ളതാണ്. പുള്ളിയുടെ ടോക്ക് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഡിഗ്നിറ്റി അങ്ങനെ സാധനമൊന്നുമില്ല. പക്ഷെ ആൾക്കാർ അവിടെ ചിരിക്കുന്നുണ്ട്, ആ സിറ്റുവേഷൻ ഒന്ന് തണുപ്പിക്കുന്നുണ്ട് പുള്ളി എന്നുള്ള. പക്ഷെ ആ പൊസിഷനിൽ നിന്ന് അത് പറയണോ പറയണ്ടേ എന്നുള്ളതാണ്. ഇനി പുതിയൊരു സംഭവമായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ 250ാമത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അത് 250ാമത്തെ ആഘോഷിക്കാൻ പോവുകയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250ാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ ആ വാർഷികത്തിന്റെ ഭാഗമായിട്ട് പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു പാസ്പോർട്ട് അമേരിക്ക പുറത്തെടുക്കുന്നുണ്ട്. അതിനകത്ത് ട്രംപിന്റെ ഫോട്ടോ അച്ചടിച്ചിട്ടാണ് ഇറക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദാറ്റ്?
ഇന്നേ വരെ അമേരിക്കയിൽ അങ്ങനെ ഒരു സാധനമേ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ആ കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ അടിച്ചിട്ട് വന്നായിരുന്നു. എന്നിട്ട് ഇതും കൊണ്ട് പോയിട്ട് പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് പോയിട്ട്. അപ്പോൾ അതിനെ ട്രോളിയ ആൾക്കാർ ഇതിനെങ്ങനെ എടുക്കും? പാസ്പോർട്ട് തുറന്നു നോക്കിയാൽ ഇതേ ട്രംപിൻ്റെ അങ്ങനെ ഗ്രേറ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ചോടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ ഒരു പാസ്പോർട്ടും. നൈസ് പരിപാടിയല്ലേ? അപ്പം ഈ രീതിയിലുള്ള ഭയങ്കര ക്രേസി ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ അമേരിക്ക ഒരിക്കലും ചെയ്യില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് അണ്ണൻ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. പക്ഷെ ചാൾസിൻ്റെ ഈ ചാൾസ് രാജാവിൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആ ഒരു മാർക്കിൽ നിന്നിട്ട് ആ ഡിഗ്നിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുള്ളി പ്രസംഗിക്കുന്നത് കാണാം. എവിടെയൊക്കെയാണ് അമേരിക്കയും അതേപോലെ തന്നെ UK തമ്മിലുള്ള എക്സ്ചേഞ്ച് എവിടെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിൽ ഊട്ടിയുറപ്പിക്കലുകൾ നടക്കണം എന്നൊക്കെയുള്ള കാര്യം പുള്ളി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ അവിടെ നിന്നിട്ടാണ് യെസ് മൈ മദർ ഡു ലുക്ക് ഡൊണാൾഡ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ്. നല്ല രസമുണ്ട് ആ പുള്ളിയുടെ സംസാരം കേൾക്കാൻ രസമുണ്ട് കേട്ടോ. പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക, അമേരിക്കൻ്റെ പ്രസിഡന്റ് പദവി എന്ന് പറഞ്ഞ പദവി അങ്ങ് വിട്ടിട്ട് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു TV അവതാരകനായിട്ട് പോയിട്ടുണ്ടായിട്ടല്ലോ. പുള്ളി പെർഫെക്റ്റ് മനുഷ്യനാണ്, എന്റർടൈൻമെന്റിന് പെർഫെക്റ്റ് ആളാണ്. പുള്ളിയെ നോക്കിയിട്ട് എൻ്റെ അമ്മ അങ്ങനെ ചെയ്തായിരുന്നു എന്ന്. ആ വീഡിയോന്റെ താഴെ ഫുള്ള് കമന്റ് എന്താ പറയുക, ഇങ്ങനെ ഫുള്ള് നോണയാണ് പറയുന്നത്, ഇയാളെ വാ തുറന്ന നോണേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അമ്മയുടെ വയസ്സും അതേപോലെ തന്നെ ചാൾസിന്റെ വയസ്സും ട്രംപിന്റെ വയസ്സൊക്കെ വെച്ചിട്ട് കമ്പാരിസൺ. അപ്പൊ എത്ര വയസ്സുള്ള ആളാണ് ഈ ചാൾസിനെ ഒരു ക്രഷ് തോന്നിയത്? എന്താണ് so inappropriate. Charles would have been a child when his mother said that. Yeah, correcta. You had a crush on Pentagon. You are cherishing your authority. In unfulfilling way. കുറേ സാധനങ്ങളുണ്ട്. ഈ വീഡിയോ ഇവിടെ വന്നേക്കുന്നതെന്ന് അറിയാം, AP-ലാണ് ഇത് വന്നേക്കുന്നത്. അസോസിയേറ്റഡ് പ്രസ് ഉണ്ടല്ലോ, അതിനകത്ത് വന്നേക്കുന്ന വീഡിയോ ആണത്. അപ്പോൾ അതിനകത്താണ് ഈ കമൻറ്റ് കംപ്ലീറ്റ് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ മാനറിസംസും പുള്ളി അത്രയും നേരം നോക്കി വായിക്കുകയാണ്, എഴുതി കൊടുത്ത സാധനം നോക്കി വായിച്ചിട്ടാണ് പിന്നെ ഈ സാധനം പുള്ളി സ്വന്തമായിട്ട് പറയുന്നത്. ഡൂഡ് ജസ്റ്റ് ലൈ ഫോർ ദ ആസ്ക് ഓഫ് ലൈ ഫോർ ദ സേക്ക് ഓഫ് ലൈ. നുണ പറയാൻ വേണ്ടിയിട്ട് നുണ പറയുക എന്നുള്ളൊരു സാധനം. അങ്ങനെ കുറേ കമൻറ്റുകളുണ്ട്. ഇത് കമൻറ്റ് വായിച്ചാൽ നമ്മൾ ചിരിച്ച് മരിക്കും, എൻ്റെ പൊന്നോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ പറയുന്ന ട്രംപ് അനുകൂലികളും അല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള അടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം അണ്ണൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മീറ്റുകളും മീറ്റപ്പുകളൊക്കെ നല്ല രസമുള്ള എന്താ പറയുക TV കോമഡി പരിപാടികൾ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.